ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വോയിസ് ഓവറായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. കാരണം ഇതായിരുന്നു ഗൈസ്, അപ്പൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. നമ്മൾ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് അഡ്മിറ്റ് ആവുന്നത്. എന്നാലും പക്ഷെ അവന് ജൂലൈ ഫുള്ള് പനിയായിരുന്നു. ജൂലൈ ഒരു 7-ാം തീയതി 8-ാം തീയതി തുടങ്ങിയ പനി ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ടെമ്പറേച്ചർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റൽ വീട്ടിൽ വരും കുറയും, വീണ്ടും ഹോസ്പിറ്റൽ വീട്ടിൽ വരും കുറയും, അങ്ങനെയായിരുന്നു. വീട്ടിൽ വന്ന് മരുന്നെടുത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കുറയും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി. ലാസ്റ്റ് ജൂലൈ 29-ന് പോയിട്ട് ഒന്നിന് റിവ്യൂ ഉണ്ടായിരുന്നു. റിവ്യൂവിന് പോയപ്പോഴാണ് സാറ് പറഞ്ഞു ഇങ്ങനെ കുറവില്ല, നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. കൗണ്ടിലൊന്നും ബ്ലഡ് ടെസ്റ്റിലൊന്നും വേരിയേഷൻ ഇല്ലായിരുന്നു, ചെസ്റ്റിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അഡ്മിറ്റാക്കി. അങ്ങനെ അതിൻ്റെയൊക്കെ ഉള്ളൊരു തിരക്കും ബുദ്ധിമുട്ടും, ഫോണൊന്നും അധികം വീഡിയോ എടുക്കാനുള്ള മൂഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വീഡിയോ എടുക്കാനല്ല, എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും അങ്ങനെയൊക്കെ. ആദ്യത്തെ 2-3 ദിവസം ഇത് നമ്മളൊരു 3 ദിവസമൊക്കെ ആയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ അപ്പോഴത്തേക്ക് അവനൊന്ന് ഓക്കെ ആയി. മറ്റേത് ഇങ്ങനെ എണീക്കാതെ കിടപ്പ് റെസ്റ്റ് തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് 3rd ഡേ തൊട്ടാണ് അവന് പനിയൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ടേന്ന് ചോദിച്ചപ്പോഴേ അപ്പൂസ് കരച്ചിലായിരുന്നു. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഓക്കെ ആയത്. അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കും, ട്രിപ്പ് ഇടും, ഇതൊക്കെ അവന് ശീലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ 1 വർഷത്തിനിടയിൽ അസുഖങ്ങൾ വന്നത് വളരെ കുറച്ചാണ് മുന്നേ വരുന്നതിനെ അപേക്ഷിച്ചിട്ട്. അങ്ങനെ എന്തായാലും 3-ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ നല്ല ആക്റ്റീവായിട്ട് കോഫിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു നമ്മൾ. അപ്പം നമ്മൾ 3rd ഫ്ലോറിലായിരുന്നു, ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു കോഫി കഫ്റ്റേരിയ പോലെ ഉണ്ടായിരുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകുന്നതിൻ്റെ അപ്പം ഞാനും അപ്പൂസാണ് ഡേ ടൈമിൽ ഉണ്ടായിരുന്നത്. പിന്നെ അനിയത്തി അവിടെ തന്നെ, ചിഞ്ചുവിന് അവിടെ തന്നെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അവൾ പഠിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് സ്നാക്സ് ടൈമിൽ ടീ കുടിക്കാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇതിപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ അല്ല, ഈ 4-5 ദിവസത്തെ വീഡിയോസ്, 3 ദിവസത്തെ വീഡിയോസാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇത് നമ്മൾ രാത്രി ദിവസം വല്യമ്മ ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നൊക്കെ കഴിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് വല്യമ്മ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇതേ ഡിസ്ചാർജിൻ്റെ അന്നത്തെ ക്ലിപ്സാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ബൈ.